സത്യം പറയാം, എത്ര ദിവസം ബുക്ക് ബുക്കിന് കണക്ക് ഞാൻ പറയാം. അത് കണക്ക് എഴുതുന്നതിനാണ് ബുക്ക് വേണ്ടാത്തത്. ഇത് ബുക്കിന് കണക്ക് വേണം. 258 ഞാൻ പറഞ്ഞു ശരിയല്ലേ? 260 എന്ന് പറഞ്ഞു. 260 മറ്റേ പരിപാടിക്ക് ഉണ്ടായിരുന്ന ആളെ ഞാൻ അവിടെ രാധാകൃഷ്ണൻ, ബഹുമാനായിട്ടുള്ള ജോർജ് കുര്യൻജി, ശ്രീധരൻപിള്ള സാർ, ശ്രീ മനോഹരൻ, ബഹുമാനായിട്ടുള്ള ശ്രീ ഓരാജേട്ടൻ, ശ്രീ അതൊരു ഇന്നിവിടെ നടക്കുന്നത്. ബഹുമാനായിട്ടുള്ള പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറിൻ്റെ ഇന്ന് നമ്മളിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന പുസ്തകം. പൂർണ്ണ പബ്ലിക്കേഷൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണ് ഈ പുസ്തകം എന്നത് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുകയാണ്. ശ്രീധരൻപിള്ള സാറുമായിട്ട് പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ ബന്ധം മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രംഗത്തും പ്രത്യേകിച്ചും നിയമ രംഗത്തുമൊക്കെ തന്നെ സമൂഹത്തിന് മുഴുവനും മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശ്രീധരൻപിള്ള സാർ. അദ്ദേഹം കേരളത്തിൽ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. ഇത്തരം അവസരത്തിൽ ഞാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് BJP നിന്ന് രാജിവെച്ചു. പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ രാജിവെച്ചതിന് ശേഷമാണ് ആ സ്ഥാനം ഏറ്റെടുത്തത്. അന്ന് ബഹുമാന്യനായ കുമ്മനം രാജശേഖരൻ ജി ആയിരുന്നു അന്ന് പ്രസിഡന്റ്. ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ആ കോടതി വിധി, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും എല്ലാമായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ശ്രീധരൻപിള്ള സാറ് എഴുത്തുകാരനാണ്, കവിയാണ്, നിയമജ്ഞനാണ്, രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് തന്നെ കവിത എഴുതിയിട്ടുണ്ട്. ഞങ്ങളൊരു മുറിയിൽ താമസിക്കുന്ന അവസരത്തിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ബോൺസായി എന്ന് പറയുന്ന കവിത അദ്ദേഹം അത് പറയുന്നില്ല. സാറിനെ പറ്റിയായിരുന്നു പറയണ്ട. ഞങ്ങൾ ഒരു മുറിയിലാണ് കിടക്കുന്നത്. അന്ന് ഡൽഹിയിൽ ഞാനന്ന് അവിടെ സുപ്രീം കോടതിയിൽ ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് കൂടിയിരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു 11 മണിയായപ്പോൾ കിടന്നു. അപ്പം സാറ് ഇടയ്ക്ക് ഈ കേസ് വായിക്കുന്നുണ്ട്, ഇടയ്ക്ക് ലേഖനം എഴുതുന്നുണ്ട്, അതിനിടെ പറയുന്നുണ്ട് ജന്മഭൂമിക്ക് ലേഖനം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് എഴുതി തീർക്കുന്നുണ്ട്. അത് ഒരു 4 മണിയായപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീകമായ എൻ്റെ സുഹൃത്തു കൂടിയായ അനുഭവസമ്പത്തുള്ള ഓർക്കുന്നു. അദ്ദേഹം RSPയിലായിരുന്ന കാലം തൊട്ട് എല്ലാം ഞങ്ങൾ തമ്മിൽ അത്രമാത്രം അടുപ്പമുള്ളവരാണ്. അങ്ങനെയുള്ള RM പരമേശ്വരൻ, പത്മകുമാർ, അസത്തിൽ എൻ്റെ ഏത് പരിപാടികളിലും പത്മകുമാറിൻ്റെ കയ്യൊപ്പ് ചേർക്കാത്ത ഒരു പരിപാടിയും പുസ്തക മേഖലയോട് ബന്ധപ്പെട്ട് ഞാൻ 15 മിനിറ്റ് സമയം. കാരണം ഈ പുസ്തകത്തെ പറ്റി പറയാൻ, പുസ്തകം എന്ന് പറഞ്ഞാൽ വർത്തമാന ചില സാഹചര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് എത്ര പേർക്കറിയാം സത്യം എവിടെയാണ്. സത്യത്തിൻ്റെ ആഴവും പരപ്പും കണ്ടെത്താൻ ആരുമില്ലാത്ത നാടായി കേരളം മാറുകയാണ് എന്നുള്ള എൻ്റെ വ്യക്തിപരമായ, നേരത്തെ ജോർജ് വളരെ ശ്രദ്ധിച്ചു പറഞ്ഞു. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം, അപ്പോൾ അതിൽ മന്ത്രി ഔപചാരികമായി പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ഒന്ന് ചെറിയ തോതിൽ തള്ളിപ്പറഞ്ഞത്. വയസ്സിൽ അദ്ദേഹത്തിന് ഈ കൊച്ചു കേരളം ഞാനും നിങ്ങൾ നൽകുന്നത് കയ്യാമമാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വക്കാലത്ത് ഏറ്റുവാങ്ങുക. അഭിഭാഷക ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ആദ്യത്തെ കേസ് രാജഗോപാലിൻ്റെ കേസായിരിക്കും. അദ്ദേഹത്തിൻ്റെ സഹജീവിയോട്, അവിടെയുള്ള ആളോട് ഞാൻ ചോദിച്ചു, പോലീസുകാർ എപ്പോഴും ഈ 97-ാമത്തെ വയസ്സിലേക്ക് കടന്ന
സർവരാലും മാനിക്കപ്പെടുന്ന പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികച്ച മാനബിന്ദുവായ അഭിമുഖത്തിലാണ് അദ്ദേഹം പ്രതി. 3/1/2019 ഒരു ഹർത്താലോ മറ്റോ നടന്നു അത്രേ. BJP ആ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ല. ഞാൻ അന്നത്തെ പ്രസിഡന്റാണ്. ഞങ്ങൾ ആഹ്വാനം ചെയ്ത ഹർത്താലല്ല. പക്ഷെ ഹർത്താലിനെ തള്ളിപ്പറയുന്നില്ല. ശബരിമല സംരക്ഷണ സമിതി, ആ സമിതിയാണ്. ഞാനും രാജഗോപാൽജിയും കെ സുരേന്ദ്രനും മുരളീധരനും ഞങ്ങൾ ആരും തന്നെ 10 പേര് BJP നേതാക്കന്മാരെ പ്രതിയാക്കിയവരോട്, 4 മുതൽ 15 വരെയുള്ള പ്രതികളാക്കിയവരോട് ഞാൻ ചോദിക്കുന്നു, ആ ഹർത്താല് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഹർത്താൽ ആഹ്വാനം ചെയ്തവരെ ഞാൻ പഴിക്കുന്നുമില്ല. അനിവാര്യമായൊരു ഹർത്താലായിരുന്നു. പക്ഷേ ചെങ്ങന്നൂർ കോടതിയിലെ തെളിവ് ഞങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ലേ? 2ാം തരം പൗരന്മാരാണോ? അവർ സെറ്റ് സെറ്റ് ചെയ്തു. രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ സ്വന്തം പ്രവർത്തകർ പിണറായി അവിടെ നിൽക്കട്ടെ, ഭരണകൂടം അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ഞാൻ പറയുന്നു, സതീശൻ എന്ന് പറയുന്ന ഒരാളിനോട് ഈ കേരളം മുഴുവൻ ഇപ്പൊ ശബരിമലയുടെ പേരിൽ ഉറഞ്ഞു തുള്ളി നടക്കുകയല്ലേ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഡേറ്റ് പറയാം. ഇതിൽ നാൾ വഴികളുള്ളതുണ്ട്. 8-ാം തീയതി സുപ്രീം കോടതി വിധി വന്നത്, ആ വിധി വന്ന ദിവസം 2018 സെപ്റ്റംബർ 28. ഞങ്ങൾ 1-ാം തീയതി BJP സമരരംഗത്തിറങ്ങി. ഞാൻ അതൊന്നും ഇവിടെ അതിലേക്കൊന്നും പോകുന്നില്ല. അന്നത്തെ പ്രസിഡന്റാണ് ഞാൻ, അതിലേക്കൊന്നും പോകുന്നില്ല. ആ തീരുമാനം എന്ന് ആധികാരികമായി ഞാൻ എല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. വന്ന പത്രങ്ങളും എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 8-ാം തീയതിയിലെ നേരിട്ട് ഒരു സമരത്തിലും കോൺഗ്രസിൽ നിന്ന് പ്രസ്താവിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശബരിമല സമരരംഗത്ത് നിന്ന് പിന്മാറി. കോൺഗ്രസിന്റെ നേതൃയോഗമാണ് തീരുമാനമെടുത്തത്. 9/10/2018 എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് നിലപാട് 29-ാം തീയതി എല്ലാ പത്രങ്ങളിലും വന്നതാണ്. ഇതിൽ ഞാൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞു, ശബരിമല സംഘർഷഭൂമിയാക്കരുത്, ആരാധനയുടെ നോക്കണം, വിധി വരുന്ന പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ അന്നത്തെ BJP പ്രസിഡന്റ് താങ്കളുമായി വിധി വന്നു. എന്തായിരുന്നറിയാമോ? ദേവസ്വം കമ്മീഷണർമാരായി ഞാൻ എഴുതിയിട്ടുണ്ട്. അവരുടെ ആൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ചെറുതും വലുതുമായ ഒരുപാട് ശിക്ഷ ലഭിച്ചു. കൂടുതൽ പുസ്തകം എഴുതിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പോ ഇവിടെ പറഞ്ഞതിൽ ഞാൻ കൂട്ടിച്ചേർക്കാനൊന്നും ഞാൻ ശ്രമിക്കാൻ പോകുന്നില്ല. ഒരു ചോദ്യമാണ്. എക്സ്പ്രഷനും ആർട്ടിക്കിൾ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് കൈമാറുകയാണ്. സാർ ബുക്കിൽ പിടിച്ചേ, സാർ ബുക്കിൽ പിടിച്ചേ, തിരിച്ച് ഫേസ് ക്രോസ് ചെയ്തോ. അവിടെ നോട്ടിക്കാം. അല്ല, TNGOC-യുടെ ദേശീയ നേതാവ് ശ്രീ ആർ.എം. പരിസരനെ കൈമാറും. ശ്രീ പൈപ്ര രാധാകൃഷ്ണൻ അവരുടെ ക്ഷണിക്കുന്നു. ഒരുമിച്ച് ഉദിച്ചിരിക്കുന്ന ഒരു വേദിയാണ് ഇവിടെ. BJP ആദ്യം ശ്രീധരൻപിള്ളയെ പോലുള്ളവർ ശബരിമലയെ കുറിച്ചുള്ള ഈ പുസ്തകം
ശബരിമല എല്ലാ കാലത്തും രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ ആ ഒരു വക്കീലിന്റെ സാങ്കേതിക നാം നമ്മുടെ അനുസരിച്ച് പുസ്തകം ഇറങ്ങിയിരിക്കുന്നത് ശ്രീധരൻപിള്ളയുടെ അദ്ദേഹം ഗവർണറായിരിക്കുന്ന സമയത്താണ്. കാരണം ബോൺസായി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസോ പൗരസ്ത്യ വാക്കാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. അതല്ല എന്ന് ആദ്യമായി വെളിപ്പെടുത്തിയ ഇന്ത്യയിലെ ഏക പുസ്തകം ബോൺസായിയെ കുറിച്ച് എഴുതിയ ഗവർണറായിരിക്കുമ്പോൾ ശ്രീധരൻപിള്ളയാണ്. വിശ്വവിജ്ഞാനത്തിന്റെ വിശാല മേഖലകളിലേക്ക് കാൽവെച്ച ഒരു വലിയ മനുഷ്യൻ, ചരിത്രത്തിൽ അവിസ്മരണീയനായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ശ്രീ ശ്രീധരൻപിള്ള സാറിന് അനേകം ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശബരിമലയിലെ കേസിന്റെ കാര്യം പറയും, എന്നെ പ്രതിയാക്കാനുള്ള ഇത് വായിച്ചാൽ മതി. വായിച്ചോളൂ സാർ, എന്നെ പ്രതിയാക്കാൻ. സാറില്ല, ഞാൻ ഫോട്ടോ എടുത്താൽ ചാനലിൽ കൊടുക്കാനാണേ. ഓക്കെ അല്ല സാർ, ചാനലൊന്നും വേണ്ട. ക്ലിയറാ, പെർഫെക്റ്റാ.